ഹായ് ഫ്രണ്ട്സ്, സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെയുള്ള ഒരു ചുക്ക് കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 3 ചുക്ക് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് എടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലി, പച്ചമല്ലിയാണേ, അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതും കൂടി ഇട്ടേച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെക്കാവേ. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പനിക്കൂർക്കയുടെ ഇല കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. 4-5 തുളസി ഇലയും കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു കൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂട്ട് ഇട്ടതിന് ശേഷം നല്ലോണം ഇതങ്ങ് വെട്ടി തിളയ്ക്കണം. അതായത് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് 1.5 ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ട് നന്നായിട്ട് ഇതിൽ കിടന്ന് അങ്ങ് തിളച്ച് വരണേ. ഹൈ ഫ്ലെയിമിൽ നിന്നും നമുക്ക് പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം കരിപ്പട്ടി ചേർത്ത് കൊടുക്കാവേ. മധുരത്തിൻ്റെ അളവനുസരിച്ച് കരിപ്പട്ടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കരിപ്പട്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കരിപ്പട്ടിയും കൂടി അതിൻ്റെ കൂടെ കിടന്നിപ്പം നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. മാക്സിമം വെള്ളമൊക്കെ ഇപ്പം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് 1 ടീസ്പൂണോളം കാപ്പിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാപ്പിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ പിന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. ഒരുപാട് പിന്നെ തിളപ്പിക്കാനായിട്ട് നിൽക്കരുത്. അപ്പം നമ്മുടെ ചുക്ക് കാപ്പി ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരുപാടധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു കാപ്പിയാണിത്. നമുക്കിനി ഇത് ഒരു അരിപ്പ വഴി ഒന്ന് അരിച്ച് എടുക്കാവുന്നതാണ്. ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. മാക്സിമം അതിൻ്റെ സത്തൊക്കെ ഈ ഒരു കാപ്പിയിലേക്ക് ഇറങ്ങി വരണേ. പനി, ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട് ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു നല്ല റെമഡിയാണ്. ചൂടോടുകൂടി തന്നെ ഈ ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തോന്നുന്നൊരു റിലീഫ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ ഗ്യാസ് ട്രബിള്, നെഞ്ചിരിച്ചിൽ ഇതിനൊക്കെ പറ്റിയൊരു റെമഡി തന്നെയാണിത്. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഇനിയും കാണാവുന്നതാണ്. താങ്ക് യു.